ഹലോ ഗായ്സ്, നിങ്ങളിത് നോക്കിയേ, എന്ത് അടിപൊളി വ്യൂ ആണല്ലേ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇതൊക്കെ എവിടെ കാണാന്നല്ലേ. ഗായ്സ്, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു നല്ല വെട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് പിന്നെ 10 hours നീണ്ട ജേണി ആയതുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് ഫുൾ ചില്ല് ചെയ്താണ് വണ്ടിയിലിരുന്നത്. അങ്ങനെ സമയം പോയെന്നറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഫസ്റ്റ് സ്പോട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മുടെ ലിസ്റ്റിലേ ഇല്ലാതിരുന്ന ഒരു പ്ലേസ് ആയിരുന്നു. പോകുന്ന വഴിക്ക് ബോർഡ് കണ്ട് ജസ്റ്റ് പെട്ടെന്ന് നിർത്തിയതാണ്. ഇപ്പോൾ സമയം വെളുപ്പിന് 3 മണിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നാട്ടിൽ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയതുപോലെയേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോഴും വെട്ടം ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലേക്കാണ് ഇത് എത്തിച്ചേർന്നത്. ഭയങ്കര രസമായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ മുന്നിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വെറൈറ്റി ഫീലാണ്. ചുറ്റും ഭയങ്കര നിശ്ചിതയുടെ വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രം ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ വണ്ടി കയറിയപ്പോഴത്തേക്കും നമ്മുടെ സൂര്യൻ മെല്ലെ ഇങ്ങനെ ഉദിച്ച് പൊങ്ങുന്നുണ്ടായിരുന്നു. നേരെ റോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ വഴിയൊക്കെ നല്ല കോടയായിട്ട് ഒരു സൈഡിൽ ഫുൾ മലകൾ പകുതി കോടയും പകുതി ഇതൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പല ഷെയ്ഡിലുള്ള മലകൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വഴിയൊക്കെ എന്ത് അടിപൊളിയാണെന്നറിയാമോ. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് എത്രമാത്രം അറിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഫോണിൽ പകർത്താവുന്നതിൻ്റെ മാക്സിമം ഞാൻ പകർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഇതിലൊരു 100 മടങ്ങ് ബ്യൂട്ടിയാണ് നേരിട്ട് കാണാമെന്ന് പറയാൻ. എനിക്കിത് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്ക് രസമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇനി ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി റെഡിയാണ്. ഇങ്ങനത്തെ വ്യൂ ആണ് ഓരോ യാത്രേനെയും മനോഹരമാക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിലേക്ക് പ്രകൃതിയെ നമുക്ക് കൊണ്ടുതരുന്ന ഇങ്ങനത്തെ വ്യൂസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ കേട്ട് ബോറടിക്കുന്നുണ്ടോ ഇങ്ങനെ പറഞ്ഞാൽ. പക്ഷേ എനിക്കിത് പറഞ്ഞിട്ട് മതിയാവില്ല കേട്ടോ. ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഈ സ്ഥലത്ത് ഒന്നുകൂടി വന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന വീടില്ലേ, അതിന് മുന്നിലൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളി ഫോട്ടോസ് ഇട്ടിട്ട് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പോയതാണ്. പിന്നെ നമ്മൾ വീണ്ടും വണ്ടിയിലിരുന്ന് ഡാൻസും പാട്ടൊക്കെ തുടങ്ങി. കാരണം ഒഴിവ് നേരം ആനന്ദകരമാക്കണമല്ലോ, അതിനുവേണ്ടി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. ഒഫീഷ്യലി നമ്മൾ ഗൊണ്ടോളയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഗൊണ്ടോളയിലൊക്കെ കയറി ഒരു മിനി ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ വേറെ എവിടെയും പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം ക്യാമ്പിംഗ് സൈറ്റിലേക്ക് തന്നെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പിന്നെ ചെന്ന് ടെൻ്റൊക്കെ അടിച്ച് ചില്ല് ചെയ്തിരിക്കാന്നുള്ള മൈൻഡായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ട് നിർത്തി. ഇതൊരു വാഴച്ചാട്ടിൻ്റെ കടയാണ്. ഇവിടെ നമുക്ക് നല്ല ചൂട് ചായയും പബ്സൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ അത് മാത്രമല്ല, ഇവിടെ വെറൈറ്റി ജിൻ ആൻഡ് വിസ്കീസൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയായിരുന്നു ഇവരുടെ ഡിസ്റ്റിലറി ഹൗസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ടാണ് കൂടിയാണ് ഇത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ പുറത്തിരിക്കാൻ നല്ല സൗകര്യമുണ്ട്. പിന്നെ പുള്ളി നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ സാമ്പിൾസ് അവിടെ നിന്ന് ട്രൈ ചെയ്യാം. പിന്നെ ബോട്ടിൽസ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്കാണ്. നല്ലൊരു സ്ഥലം നോക്കി നമ്മൾ ടെൻ്റ് അടിക്കാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് നമ്മൾ പിന്നെ മെയിനായിട്ട് നമ്മുടെ ബാർബിക്യൂ ഒക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുക്കിങ് ചെയ്തു. പിന്നെ ഒരു ചായയൊക്കെ എടുത്ത് കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗും മിച്ചറും അതും ഇതൊക്കെ ആയിട്ട് നമ്മളെടുത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അന്നത്തെ ദിവസം ചില്ല് ചെയ്തിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.